പ്രേക്ഷകരെ, തിരഞ്ഞെടുപ്പിന് മുൻപ് UDF ഉയർത്തിയ പ്രധാനപ്പെട്ട വിമർശനം എന്തായിരുന്നു? സംസ്ഥാനത്തിന്റെ കടബാധ്യതയും ധനകാര്യ കെടുകാര്യസ്ഥതയും അല്ലേ? അധികാരത്തിലെത്തിയതിനു ശേഷം അതേ വിഷയങ്ങൾക്ക് പരിഹാരം കാണേണ്ട ഉത്തരവാദിത്തം ഇപ്പോൾ ഈ സർക്കാരിനാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സാധാരണ ബജറ്റ് അല്ല, പുതിയ സർക്കാരിന്റെ സാമ്പത്തിക ദിശ തന്നെ വ്യക്തമാക്കുന്ന ഒരു രേഖയായിരിക്കും എന്ന കാര്യം നമുക്ക് നിസ്സംശയം ഈ ഘട്ടത്തിൽ അല്ലെങ്കിൽ ബജറ്റിന്റെ തലേന്നാൾ ഈ മണിക്കൂറിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒന്നാണ്. പ്രധാനപ്പെട്ട പ്രതീക്ഷകൾ ഉള്ളത് ഒന്ന് ഈ സാമ്പത്തിക അച്ചടക്കവും ധനപരിഷ്കാരങ്ങളും തന്നെയാണ്. അതിൽ തന്നെ സർക്കാർ ഇപ്പോൾ ധവളപത്രത്തിൽ ചൂണ്ടിക്കാട്ടിയ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന നടപടികൾ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ടത് ചെലവ് നിയന്ത്രണമാണ്. അതേപോലെ വരുമാന വർധനയ്ക്കുള്ള പുതിയ മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ബജറ്റിൽ ഉണ്ടാകും. കടബാധ്യതാ നിയന്ത്രണം ഉണ്ടായിരിക്കും. അതേപോലെ സർക്കാർ വകുപ്പുകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കലും ഈ ബജറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇതിനൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം ലഭിക്കാനുള്ള സാധ്യതയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. മറ്റൊന്ന് ക്ഷേമ പദ്ധതികളുടെ തുടർച്ചയാണ്. അതിൽ തന്നെ പ്രധാനപ്പെട്ടത് ആശാപ്രവർത്തകരുടെ ആനുകൂല്യ വർധനമാണ്. കഴിഞ്ഞ അതായത് പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് കോൺഗ്രസ് പറഞ്ഞിരുന്ന കാര്യം, ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ, ഞങ്ങൾ പുതിയ സർക്കാരായിട്ട് വരികയാണെങ്കിൽ ആദ്യത്തെ പ്രഖ്യാപനം അത് ആശാപ്രവർത്തകരുടെ ഓണറേറിയം 21,000 രൂപയാക്കി ഉയർത്തുമെന്നുള്ളതായിരുന്നു. അതേപോലെ തന്നെ പുതിയ സർക്കാർ രൂപീകരിക്കപ്പെട്ടു. ആദ്യ മന്ത്രിസഭാ യോഗം കഴിഞ്ഞതിനു ശേഷം ഓണറേറിയത്തിൽ ചെറിയൊരു വർധനവ് വരുത്തിയിരുന്നു. ഈ പറഞ്ഞ വാഗ്ദാനത്തിലേക്ക് ബജറ്റിൽ പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് നാളെ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പൂർണ്ണമായിട്ടും അവഗണിക്കാൻ സർക്കാരിന് കഴിയുകയില്ലല്ലോ. ഈ ആശാപ്രവർത്തകരുടെ കാര്യം പറയുന്നത് പോലെ തന്നെയാണ് അങ്കണവാടി ജീവനക്കാരുടെ വേതന വർധനവ്. ഇതും ഈ പുതിയ സർക്കാരിന്റെ ആദ്യ ക്യാബിനറ്റിൽ അങ്കണവാടി ജീവനക്കാരെയും പരിഗണിച്ചതാണ്. ഇത്തവണത്തെ ബജറ്റിലും വലിയ പരിഗണന അങ്കണവാടി ജീവനക്കാർക്കൊപ്പം ഉണ്ടാകുമെന്നും കരുതുന്നു. മറ്റൊന്ന് സ്ത്രീകൾക്കും മുതിർന്ന പൗരന്മാർക്കുമുള്ള പ്രത്യേക പദ്ധതികളാണ്. അതും ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ 5ന് ഗ്യാരണ്ടിയിലുള്ള പ്രിയദർശിനി പദ്ധതിയൊക്കെ നടപ്പാക്കി കഴിഞ്ഞു. കൂടുതൽ പദ്ധതികളൊക്കെ എന്തൊക്കെയാണ് സ്ത്രീകൾക്ക് വേണ്ടി വരിക? അതേപോലെ തന്നെ പുരുഷന്മാർക്ക് മുതിർന്ന വയോജന പദ്ധതിയൊക്കെ ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട്. അതിനെ ഫോളോ ചെയ്തുകൊണ്ട് കൂടുതൽ പദ്ധതികൾ വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ആകാംക്ഷാപൂർവ്വം കാത്തിരുന്നറിയേണ്ടതാണ്. മറ്റൊന്ന് സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ വിപുലീകരണമാണ്. അതും ഇത്തരം പ്രഖ്യാപനങ്ങളൊക്കെ നമ്മൾ നാളത്തെ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നു. ക്ഷേമ പദ്ധതികൾ കഴിഞ്ഞാൽ പിന്നീടുള്ളത് അടിസ്ഥാന സൗകര്യ വികസനമാണ്. VD സതീശൻ നേരത്തെ തന്നെ ബജറ്റിൽ അടിസ്ഥാന സൗകര്യ മേഖലയ്ക്ക് വലിയ പ്രാധാന്യം ഉണ്ടാകുമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ സാധ്യതാ മേഖലകളായിട്ട് നമുക്ക് പരിഗണിക്കാൻ കഴിയുന്നത് പ്രധാനമായിട്ടും റോഡുകൾ, തുറമുഖ വികസനം, വിമാനത്താവള ബന്ധം, അതേപോലെ ലോജിസ്റ്റിക്സ് ഹബ്ബുകൾ, വ്യവസായ പാർക്കുകൾ, ഇതിനൊക്കെ പ്രത്യേക മെൻഷനിങ് ഉണ്ടാകും. ഇവർക്കൊക്കെ മാത്രമല്ല, കേരളത്തെ ഒരു പോർട്ട് ആൻഡ് ഏവിയേഷൻ ഹബ്ബ് ആക്കാനുള്ള ദീർഘകാല കാഴ്ചപ്പാട് ബജറ്റിൽ പ്രതിഫലിക്കുമെന്നാണ് പൊതുവേ ഉള്ളൊരു വിലയിരുത്തൽ. ഇനി ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലേക്ക് വരികയാണെങ്കിൽ, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകും എന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. സാധ്യതകൾ പരിശോധിച്ചാൽ നമ്മൾ കണക്കാക്കുന്ന സാധ്യതകൾ സർക്കാർ ആശുപത്രികളുടെ നവീകരണമാണ്. കൂടുതൽ നവീകരണം പ്രതീക്ഷിക്കുന്നു. അതേപോലെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തെ വികസനം പ്രതീക്ഷിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡിജിറ്റൽ വിദ്യാഭ്യാസ പദ്ധതികൾ ഉണ്ടാകുമെന്ന് കരുതപ്പെടുന്നു. സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനവും പ്രഖ്യാപനങ്ങളായി പ്രതീക്ഷിക്കുകയാണ്. ഇതാണ് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ സാധ്യതകളായി നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ. നമ്മൾ ഇനി പോകുന്നത് നിക്ഷേപം, തൊഴിലവസര മേഖലകളിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെങ്കിൽ അതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കുകയാണ്. ഇപ്പം പുതിയൊരു സർക്കാർ സ്വകാര്യ നിക്ഷേപങ്ങളെ സ്വാഗതം ചെയ്യുമെന്ന സൂചനകൾ നേരത്തെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യവസായ അനുമതികൾ ലളിതമാക്കാനുള്ള പ്രഖ്യാപനങ്ങൾ ഒക്കെ ഇതിൽ ഉണ്ടാകുമെന്ന് കരുതപ്പെടുന്നു. അതേപോലെ തന്നെ സ്റ്റാർട്ടപ്പുകൾക്ക് വലിയ പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നുണ്ട്. IT, ടൂറിസം മേഖലകളിൽ നിക്ഷേപം ഉണ്ടാകുമെന്നും നമ്മൾ കരുതുന്നു. അതേപോലെ തന്നെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ബജറ്റ് ആയിരിക്കും ഇത് എന്നും കരുതപ്പെടുന്നുണ്ട്. ഇവയൊക്കെ ബജറ്റിലെ പ്രധാന തീമാകാനുള്ള സാധ്യതയാണ് നമുക്ക് മനസ്സിലാകുന്ന കാര്യം. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ ഏവരും ഈ ബജറ്റിനെ കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ട് സംസാരിക്കുന്നവരും ചർച്ച ചെയ്യുന്നവരും കേരളത്തിന്റെ സാമ്പത്തിക മേഖലയെ വിലയിരുത്തുന്നവരും ഒക്കെ ഉറ്റുനോക്കുന്നത് കിഫ്ബിയിൽ എന്താകും ഈ സർക്കാരിന്റെ നിലപാട് എന്നുള്ളതാണ്. UDF പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കിഫ്ബിയെ അതിശക്തമായി വിമർശിച്ചതാണ്. പക്ഷേ അധികാരത്തിലേക്ക് വന്നതിനു ശേഷം നിലവിലുള്ള പദ്ധതികൾ നിലനിർത്താതെ കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
കഴിയുന്നത്. കൂടുതൽ സുതാര്യതയും നിയന്ത്രണവും ഒക്കെ ഒരുപക്ഷെ കിഫ്ബിയിൽ കൊണ്ടുവന്നേക്കാം. ഈ ഒരു സമീപനമാണ് നമ്മൾ ഈ കിഫ്ബി വിഷയത്തിൽ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നത്. ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് എന്താണ്? സാധാരണക്കാർ ഉറ്റുനോക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് ഏറ്റവും പ്രധാനം ക്ഷേമ പെൻഷനിൽ വർധനവുണ്ടാകുമോ എന്ന കാര്യം തന്നെയാണ്. മറ്റൊന്ന്, സർക്കാർ ജീവനക്കാർക്ക് എന്ത് ആശ്വാസ പ്രഖ്യാപനമായിരിക്കും ബജറ്റിൽ ഉണ്ടാവുക എന്നുള്ളത്. ഇന്ധന നികുതിയിൽ ഇളവുകൾ ഉണ്ടാകുമോ എന്നുള്ളതും സാധാരണക്കാരായ ജനങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊന്ന്, ഈ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതി നടപ്പാക്കി അതിൽ ഇനി കൂടുതൽ എന്തെങ്കിലും പരിഷ്കാരങ്ങൾ ഉണ്ടാകുമോ? ഇപ്പം ഓർഡിനറി ബസ്സിൽ മാത്രമാണ് നടപ്പാക്കിയത്, അതിനി കൂടുതൽ ബസ്സുകളിലേക്കൊക്കെ വ്യാപിപ്പിക്കുമോ? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മെൻഷൻ ഈ ബജറ്റിൽ ഉണ്ടാകുമോ എന്ന കാര്യം ഈ ബജറ്റിലൂടെ ഉറ്റുനോക്കുന്നുണ്ട്. പിന്നെ പുതിയ നികുതികൾ വരുമോ എന്നുള്ളത്, ഓഫ് കോഴ്സ് എല്ലാ ബജറ്റിലും പുതിയ നികുതികൾ, പഴയ നികുതികളുടെ പരിഷ്കരണങ്ങളൊക്കെയും ഉണ്ടാകുമല്ലോ. അപ്പം ഇതൊക്കെയാണ് ബജറ്റ് ദിനത്തിൽ, അതായത് നാളെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ. വി.ഡി. സതീശന്റെ ആദ്യ ബജറ്റിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ജനക്ഷേമവും വികസനവും ഒരുമിച്ച്, പക്ഷേ കടം കൂട്ടാതെ എന്ന സമീപനമാണ്. രാഷ്ട്രീയമായി ഇത് യു.ഡി.എഫ് സർക്കാരിന്റെ ആദ്യ വലിയ പരീക്ഷണവും സാമ്പത്തികമായി വിശ്വാസം തെളിയിക്കാനുള്ള അവസരം കൂടിയുമാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാവും ബജറ്റിൽ ഉണ്ടാവുക എന്നുള്ളത് കാത്തിരുന്നറിയണം. നമ്മൾ